ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അരച്ചുണ്ടാക്കിയെടുക്കുന്ന നല്ല പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അധികം പുളിപ്പില്ലാത്ത നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ, അതായത് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലൂടെ ആ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രി ഒരു 10 മണിക്കാണ് ഇത് തയ്യാറാക്കി വെക്കുന്നത്. 1/2 കപ്പ് ഫ്രഷ് തേങ്ങ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. കൂടെ തന്നെ 1/2 കപ്പ് ചോറുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തേങ്ങ പൊട്ടിച്ച വെള്ളം, ഒരൊറ്റ തേങ്ങയുടെ വെള്ളം ഞാൻ അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഈ സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് ആ തേങ്ങയിൽ ഒക്കെ നന്നായിട്ട് അരിയും ചോറുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈസ്റ്റെല്ലാം അതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കുതിരാനായിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മൂടിയിട്ട് നമുക്ക് ഇത് രാത്രി മുഴുവൻ ഞാൻ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇത് രാത്രി ഒരു 10 മണിക്കാണ് ഞാൻ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി രാവിലെ ഞാൻ 6 മണിക്ക് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അരിയെല്ലാം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. മാത്രമല്ല ആ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ആ ഫെർമെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മണവും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വെറും 1 കപ്പ് അരി മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് ഒറ്റ ട്രിപ്പിന് അരച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് എല്ലാം കൂടെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്നും കളയരുതേ, അതോടൊപ്പം വേണം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എല്ലാം നമുക്ക് അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. പാലപ്പത്തിൻ്റെ അയവിനാണല്ലോ നമ്മൾ അരച്ചെടുക്കേണ്ടത്. അതിനനുസരിച്ചുള്ള വെള്ളം ഇപ്പോൾ രാവിലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല പേസ്റ്റ് പോലെ പാലപ്പത്തിൻ്റെ അയവിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അയവിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 6 മണിക്കാണ് ഞാൻ രാവിലെ 6 മണിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വയ്ക്കാം. ഇതുപോലെ അരച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഒരു 1.5 മണിക്കൂർ നേരം ഞാനിതിവിടെ ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പുതിയ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ വെറും 1 മണിക്കൂർ മതി കേട്ടോ, ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ പാത്രം വെക്കുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ നേരിട്ട് വെക്കരുത്. കൗണ്ടർ ടോപ്പിന് ഇപ്പോൾ ഒരു തണുപ്പായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇതുപോലൊരു റിങ് ഉണ്ടെങ്കിൽ ആ റിങ് വെച്ചിട്ട് ഇതുപോലത്തെ റിങ്ങിൻ്റെ മുകളിൽ വേണം നമ്മൾ ആ പാത്രം വയ്ക്കാൻ. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെ വെച്ചാലും മതി. അപ്പോൾ ഞാനിതിവിടെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അയവാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം സാധാരണ ചുടുന്നത് പോലെ നമുക്ക് പാലപ്പ ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് ചുറ്റിച്ച ശേഷം മൂടി വെച്ച് അപ്പം ചുട്ടെടുക്കാം. പാലപ്പച്ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കുക. എന്നിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ. എന്നിട്ട് നല്ല പോലെ ചുറ്റിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഇച്ചിരി കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഹോൾസ് വരും. അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പൂ പോലത്തെ നല്ല ഹോൾസ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ അമർത്താൻ പലരും മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പോൾ പാലപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.